ഹായ് ഓൾ. നമ്മൾ നോക്കാൻ പോകുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ടൈപ്പിസ്റ്റിൻ്റെ ഓൾറെഡി നമ്മൾ 100 ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കാണാത്തിട്ട് നമ്മുടെ ചാനൽ കയറിയിട്ട് ഫസ്റ്റ് വീഡിയോ മുതൽ കാണേണ്ടതാണ്. ടൈപ്പിസ്റ്റ്, കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ്, സ്റ്റെനോഗ്രാഫർ തുടങ്ങിയ കാറ്റഗറിക്ക് സെയിം സിലബസ് തന്നെയാണ്. പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. DCA ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ ക്വാളിഫിക്കേഷൻ വേണമെന്നും പറഞ്ഞാൽ മാത്രമേ നമ്മൾ മാത്സും കൂടെ ആഡ് ചെയ്യേണ്ടതുള്ളൂ. അത് ജസ്റ്റ് ഒന്ന് ഓർമ്മിക്കാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ നോട്ട്സ് വേണ്ടവർ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. ഡെയിലി നോട്ട്സ് ഉണ്ട്. പിന്നെ വീക്കെൻഡിൽ ഒരു ഡിക്റ്റേഷൻ ഉണ്ടാവും. അതേപോലെ തന്നെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എക്സാം എഴുതുന്നവർ അത് FB ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി. ഡെയിലി ക്വസ്റ്റ്യൻ വിത്ത് ആൻസേഴ്സും ചെയ്യുന്നുണ്ട്. ഇത് സിലബസ് വൈസ് ആണ് ക്വസ്റ്റ്യൻസ് ഇടുന്നത്. ഓൾറെഡി നമ്മൾ 100 ക്വസ്റ്റ്യൻ കഴിയുമെന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് 2023 നടന്ന LD ടൈപ്പിസ്റ്റ്, ക്ലർക്ക് ടൈപ്പിസ്റ്റ് അങ്ങനൊരു കാറ്റഗറിയിലെ ഇതാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ 100 ക്വസ്റ്റ്യൻ കഴിഞ്ഞത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് തന്നെ റിവിഷൻ ചെയ്ത് നോക്കാവുന്നതാണ്. ഒരു പേനയും പേപ്പർ എടുക്കുക, ഒരു 1 തൊട്ട് 100 വരെ നമ്പേഴ്സ് എഴുതി നോക്കുക. ഞാൻ ക്വസ്റ്റ്യൻ എൻ്റെ ഒന്നാമത്തെ വീഡിയോ തൊട്ട് കാണുക. അപ്പോൾ ഒന്നാമത്തെ വീഡിയോയിൽ ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴേക്കും നിങ്ങൾ അതിൻ്റെ ആൻസർ ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും കവർ ചെയ്തു എന്ന് കരുതുക. കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഏത് വീഡിയോയിൽ എത്രാമത്തെ ക്വസ്റ്റ്യനാണ് കിട്ടാത്തത് അതൊന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് കാണുക. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് അത്രയും ക്വസ്റ്റ്യൻസും സിലബസും കൂടെ കവർ ചെയ്ത് കിട്ടും. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ നോട്ട് ട്രൂ വിത്ത് ദ regard to basic objectives of Indian National Congress established by A.O. Hume. ക്വസ്റ്റ്യൻ അപ്പോൾ ശ്രദ്ധിക്കുക, കറക്റ്റ് അല്ലാത്തതാണ്. അതായത് സ്റ്റേറ്റ്മെൻറ്റ് ആർ നോട്ട് ട്രൂ, കറക്റ്റ് അല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ് ബേസിക് ഒബ്ജക്റ്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ A.O. Hume. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എസ്റ്റാബ്ലിഷ് ചെയ്ത A.O. Humeൻ്റെ കറക്റ്റ് അല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അപ്പം സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കാം. ഒന്നാമത്തെ, ഫോർമുലേഷൻ ഓഫ് പോപ്പുലർ ഡിമാൻഡ് ആൻഡ് ദെയർ റെപ്രസെൻറ്റേഷൻ ബിഫോർ ദ ഗവൺമെൻറ്. അതായത് ജനകീയ ആവശ്യത്തിൻ്റെ രൂപീകരണവും സർക്കാരിന് മുമ്പാകെ അവരുടെ പ്രാതിനിധ്യവും. രണ്ടാമത്തെ, ട്രെയിനിങ് ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് പബ്ലിക് ഒപ്പീനിയൻ ഇൻ ദ കൺട്രി. രാജ്യത്തെ പൊതുജനാഭിപ്രായത്തിൻ്റെ പരിശീലനവും സംഘടനയും. മൂന്നാമത്തെ, അറ്റൈൻമെൻറ്റ് ഓഫ് നാഷണൽ ഇൻഡിപെൻഡൻസ് ത്രൂ കണ്ടിന്യൂസ് സ്ട്രഗിൾ. അതായത് തുടർച്ചയായ പോരാട്ടത്തിലൂടെ ദേശീയ സ്വാതന്ത്ര്യം നേടുക എന്നുള്ളത്. നാലാമത്തെ, ഡെവലപ്മെൻറ്റ് ആൻഡ് കൺസോൾട്ടേഷൻ ഓഫ് ദ ഫീലിംഗ് ഓഫ് നാഷണൽ യൂണിറ്റി. ദേശീയ ഐക്യത്തിൻ്റെ വികാരത്തിൻ്റെ വികസനവും ഏകീകരണവും ഒക്കെയുള്ള. ഓപ്ഷൻ വരുന്നത് A 1 and 3, B 2 and 4, C 4 only, D 3 only. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ D 3 only. 3 ആണ് വരുന്നത്. അറ്റൈൻമെൻറ്റ് ഓഫ് നാഷണൽ ഇൻഡിപെൻഡൻസ് ത്രൂ കണ്ടിന്യൂസ് സ്ട്രഗിൾ. ഇതാണ് എന്ത് സ്റ്റേറ്റ്മെൻറ്റ് അല്ലാത്ത നോട്ട് ട്രൂ ആണ് കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഗിവൺ ബിലോ ആർ ടു സ്റ്റേറ്റ്മെൻറ്റ്. താഴെ 2 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. വൺ ലേബിൾഡ് ആസ് അസേർഷൻ. ഒന്ന് ലേബിൾ ചെയ്തേക്കുന്നത് അസേർഷൻ, ബ്രാക്കറ്റിൽ A എന്നുണ്ട്. ആൻഡ് അതർ ലേബിൾഡ് ആസ് റീസൺ. അത് അടുത്തത് ലേബിൾ ചെയ്തേക്കുന്നത് റീസൺ, അതിന് R എന്നുള്ള ബ്രാക്കറ്റിൽ. സെലക്ട് യുവർ ആൻസർ ഫ്രം ദ കോഡ്സ് ഗിവൺ ബിലോ. അപ്പം ഈ ഒരു കോഡിൽ നിന്ന് നിങ്ങളുടെ ആൻസർ സെലക്ട് ചെയ്യാനാണ്. അപ്പം അസേർഷൻ A, ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഡിക്ലെയർഡ് evaluation of rupee to increase the export of the country. അതായത് രാജ്യത്തിൻ്റെ കയറ്റുമതി വർദ്ധിപ്പിക്കാൻ ഇന്ത്യൻ സർക്കാർ രൂപയുടെ മൂല്യതകർച്ച പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. റീസൺ R, ഡ്യൂ ടു ദ ഫെയിലിയർ ഓഫ് ദ തേർഡ് പ്ലാൻ ദ ഗവൺമെൻറ് വാസ് ഫോഴ്സ്ഡ് ടു ഡിക്ലെയർ പ്ലാൻ ഹോളിഡേയ്സ് ഫ്രം 1966 to 1967, 1967 to 68 and 1968 to 69. Option both A and R are true and R is in the correct explanation of bracket of A. B, both bracket A and bracket R are true but R is not the correct expression of A. C, A is true but R is false. D, A is false but R is true. ഇതിലേതാണ് ആൻസർ എന്ന് നോക്കണം. അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ B ആണ്. ബോത്ത് A ആൻഡ് R ആർ ട്രൂ. രണ്ടും
ശരിയാണ്. ബട്ട് ആർ ഈസ് നോട്ട് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ആർ എന്ന് പറയുന്നത് എയുടെ കറക്റ്റ് ഒരു എക്സ്പ്ലനേഷൻ അല്ല എന്നാണ് കറക്റ്റായിട്ടുള്ള ആൻസർ വരുന്നത്. രണ്ടും കറക്റ്റായിട്ടുള്ള ഒരു കാര്യമാണ്. അസേർഷൻ എയും റീസൺ ആർ എന്ന് പറയുന്നത് കറക്റ്റ് ശരിയായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ അതിനായിട്ട് മാച്ചിങ് അല്ലാത്ത ഒരു ഇതും കൂടെയാണ്. അതായത് കറക്റ്റ് എക്സ്പ്രഷൻ അല്ല, നോട്ട് കറക്റ്റ് എക്സ്പ്രഷൻ ഓഫ് എ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഗിവൺ ബിലോ ആർ ദ ലിസ്റ്റ് ഓഫ് സിറ്റീസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ സിറ്റീസാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഫൈൻഡ് ഔട്ട് റൈറ്റ് സീക്വൻസ് ഇൻ ടേംസ് ഓഫ് പോപ്പുലേഷൻ ഇൻ ദ സിറ്റീസ് ആസ് പെർ ദ ലാസ്റ്റ് സെൻസസ് ഇൻ ഇന്ത്യ. അതായത് ലാസ്റ്റ് സെൻസസ് പ്രകാരം ഇന്ത്യയിലെ പോപ്പുലേഷൻ അനുസരിച്ച് ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ മുതൽ കുറവ് പോപ്പുലേഷൻ വരെ നമ്മൾ അടയാളപ്പെടുത്തണം. ഏതാണ് ഓപ്ഷൻ നോക്കാം. ഡൽഹി, പൂനെ, മുംബൈ, ബംഗളൂരു. അതിൽ ആൻസർ അതിൻ്റെ ഓപ്ഷൻസ് വേറെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതാണോ ഓപ്ഷൻ എന്നുള്ളതാണ് നമ്മൾ കറക്റ്റ് എഴുതേണ്ടത്. അതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 3142. 3 എന്ന് പറയുന്നത് മുംബൈ, 1 ഡൽഹി, 4 ബംഗളൂരു, 2 പൂനെ. ഈ ഒരു ഓപ്ഷനാണ് കറക്റ്റ്. ഇത് ഹയസ്റ്റ് ലോവസ്റ്റ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഫോളോയിങ് ഈസ് ദ ലിസ്റ്റ് ഓഫ് റിവേഴ്സ് ഒറിജിനേറ്റിംഗ് ഫ്രം ഇന്ത്യ ആൻഡ് ഫ്ലോസ് ടു പാകിസ്ഥാൻ. അതായത് റിവേഴ്സ് ഒറിജിനേറ്റ് ചെയ്യുന്നത്, ഉത്ഭവിക്കുന്നത് ഇന്ത്യയിലും ആൻഡ് ഒഴുകുന്നത് പാകിസ്ഥാനിലൂടെയാണ്. ഫൈൻഡ് ഔട്ട് ദ റോങ് ഗ്രൂപ്പ്. അതിൽ തെറ്റായിട്ടുള്ള ഗ്രൂപ്പ് ഏതാണ്? ഓപ്ഷൻ 1 ജലം, ചിനാബ്, രവി, ബിയാസ്. 2 ജലം, ചിനാബ്, രവി, സത്ലജ്. 3 ജലം, ബ്രഹ്മപുത്ര, രവി, സത്ലജ്. 4 ജലം, ബ്രഹ്മപുത്ര, രവി, കാവേരി. ഇതിലെ ആൻസർ ഏതാണ് വരുന്നത് എന്നാണ്. എ 1 and 2, ബി 1 only, സി 4 only, ഡി 3 and 4. ഇതിൻ്റെ ആൻസർ വരുന്നത് 3 and 4 ആണ്. ഓപ്ഷൻ ഡി 3 and 4 ആണ്. നമുക്കറിയാം ജലം, ചിനാബ്, രവി, ബിയാസ്. ഇതാണ് എന്താണ് ഇന്ത്യയിൽ ഒറിജിനേറ്റ് ചെയ്യുകയും പാകിസ്ഥാനിലോട്ട് ഒഴുകുകയും ചെയ്യുന്നത് വലിയ ഇതാണ്. ഈ നദികളൊക്കെയാണ് ജലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. നമ്മുടെ സിന്ധുവിൻ്റെ പോഷക നദികൾ കൂടിയാണ്. അപ്പോൾ അത് അറിയായിരിക്കും എല്ലാവർക്കും.